പറവൂരിൽ കാറ്റും മഴയും വൻ നാശം വിതച്ചു. പറവൂർ നഗരസഭ 2-ാം വാർഡ് ചക്കരക്കടവ് റോഡിൽ വൃന്ദാവനം ബസ് സ്റ്റോപ്പിന് സമീപം കാറ്റിൽ വൻ മരം കടപുഴകി വീണു. KSEBയുടെ KV ലൈനുകൾ കടന്നു പോകുന്ന 6ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുകയാണ്. സമീപത്തുണ്ടായിരുന്ന ഹൈവേ പോലീസിന്റെ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഉച്ച സമയത്തായതുകൊണ്ട് വൻ അപകടം ഒഴിവായി. സമീപത്തുള്ള 4ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കടന്നുപോകുന്ന വഴിയാണ്. വാർഡ് കൗൺസിലർ ലൈജി ബിജുവും സമീപവാസി ജോസും കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 പെയ്ത മഴയിൽ അതിശക്തമായ കാറ്റിൽ വൃന്ദാവനം പുറമ്പോക്കിൽ നിന്ന മരങ്ങൾ കടപുഴകി വീണ് വളരെ നാശനഷ്ടങ്ങളാണ് ഇന്ന് KSEBക്കും ഇതിനുണ്ടായിരിക്കുന്നത്. പല നാളുകളായിട്ട് നമ്മൾ വേണ്ടപ്പെട്ടവരോട് ഈ മരങ്ങൾ പാഴ്മരങ്ങൾ അപകടത്തിലാണെന്നുള്ള വിവരം ഞങ്ങൾ പരിസരവാസികളെ അറിയിച്ചിട്ടുണ്ട്. വാർഡ് കൗൺസിലറായി ഞാനും അറിയിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള നടപടികളും ചെയ്തിട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് ഇന്ന് ആളപായമില്ലാതെ ഒരു അപകടം ഒഴിവായത്. ഞാനിവിടെ പലതവണ കാണാറുണ്ട് ഈ പുറമ്പോക്കിലെ മരങ്ങൾ പല വിധത്തിലും കമ്പുകൾ കുടിഞ്ഞ് വീഴുന്നത്. ഇത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും. ഇത് അതിന് ഉറപ്പില്ല. കാരണം ഈ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് വെട്ടിക്കളയാൻ ഒന്നില്ലെങ്കിൽ ഫോറസ്റ്റിന് വിളിക്കണം, അല്ലെങ്കിൽ വേറെ വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇതിനൊരു കാര്യം നടക്കില്ല. കൂടാതെ NH66-ൽ പറവൂർ പാലത്തിനു സമീപം മരങ്ങൾ വീണത് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം സുഗമമാക്കി. വൺ വേ റോഡായ ചക്കരക്കടവ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.